ഹലോ. മോർണിംഗ് നമ്മൾ എണീക്കുന്നത് ഇങ്ങനൊരു വ്യൂവിലാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? മൈൻഡൊക്കെ റീഫ്രഷായി പിന്നെ മൊത്തം ഒരു ഉന്മേഷമായിരിക്കും. അങ്ങനൊരു ചാൻസ് എനിക്കും കിട്ടി. ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ടൂർ അല്ലെങ്കിൽ മീറ്റപ്പ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു 2 ഡേയ്സ് ഞങ്ങൾ ഗൂഡല്ലൂർ പോയി. തലേ ദിവസം ഒരു 12 ആയപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു കിടിലം വണ്ടി, ഒരു ട്രാവലറിലാണ് പോയത്. കിടിലം വണ്ടി എന്ന് വെച്ചാൽ കിടിലം വണ്ടി. നമ്മളെ പാട്ടും സൗണ്ടും ഒക്കെ കേട്ടിട്ട് റോട്ടിലുള്ളവർ പോലും നമ്മൾ നോക്കാം. കണ്ടില്ലേ, ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ നമ്മൾ പോയി. ഒരു പിറ്റേ ദിവസം ഒരു രാവിലെ ഒരു മോർണിംഗ് 6-6:30 ഒക്കെ ആയപ്പോൾ ഏതൊരു സ്ഥലത്തെത്തി. ഒടുക്കത്തെ തണുപ്പ്. ഞങ്ങളങ്ങനെ അവിടുന്ന് ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ഒരു പൈൻ ഫോറസ്റ്റിലേക്കാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിലെത്തിയപ്പോൾ കുറേ ഹോഴ്സ് റൈഡ്സും ഉണ്ട്. ഒരു ഹോഴ്സ് നമ്മളിങ്ങനെ വയോ 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 എന്ന് വിളിക്കുന്ന പോലെ. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം ലേക്കിലൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സിൻ്റെ ടേസ്റ്റും ഒരു നല്ലൊരു ടേസ്റ്റ്. ഞാൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് കഴിക്കുന്നതിനേക്കാൾ ഒരു നല്ലൊരു ടേസ്റ്റ്. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഗൂഡല്ലൂർക്കാണ്, നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ആ ഒരു സ്പോട്ടിലേക്ക്. അങ്ങനെ ആ സ്പോട്ടിൽ പോയപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചു അയ്യോ എക്സ്പെക്റ്റേഷൻ വെൽസസ് റിയാലിറ്റി. അങ്ങനെ ആകാശനെല്ലാവരും എന്ത് നോക്കിയാടാ ബുക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അതിനോട് സിങ്കായി. ഒരു 100 ഏക്കർ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലുള്ളൊരു റിസോർട്ട്. കൊള്ളാം, ഒരു കിടിലം വൈബൊക്കെ ഉള്ളൊരു സ്ഥലം. നമ്മൾ ഒരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു വർക്ക് ലൈഫിൽ നിന്ന് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് റിലാക്സിങ് പറ്റിയൊരു സ്പോട്ടായിരുന്നു. കാരണം എവിടെ നോക്കിയാലും തേയില. ഇപ്പുറത്ത് നോക്കിയാൽ തേയില, അപ്പുറത്ത് നോക്കിയാൽ തേയില, ഫ്രണ്ടിൽ നോക്കിയാൽ തേയില, ബാക്കിൽ നോക്കിയാൽ തേയില, അങ്ങനെ ഫുൾ തേയില. അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ ഇരുന്നു. നമ്മളവിടെ ഒരു 2-2:30 ആയപ്പോഴാണ് എത്തിയത്. പിന്നെ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നേരെ നമ്മളൊരു 4-5 മണിയൊക്കെ ആയപ്പോഴേക്കും പൂളിലൊക്കെ ഇറങ്ങി ഗെയിം കളിയായി. അങ്ങനെ ഒരു വൈബ്, ഒരു ഈവനിങ്ങൊക്കെ സൺസെറ്റൊക്കെ കിടിലം, ഒന്നും പറയാനില്ല. ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് റെഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു സ്കൈ. അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ കണ്ടു. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പം ഇനി ബാക്കി പിന്നെ പറയാം.